dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലുള്ള വെർബുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഓക്സിലറി വെർബ്സ്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡൽ ഓക്സിലറീസിന്റെ യൂസസ്, അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ, അതായത് അതേ ചാപ്റ്റർ തന്നെയാണ്, അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് വരുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെർബ്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റെഗുലർ വെർബും ഇറഗുലർ വെർബും. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് നമുക്ക് എന്താണ് റെഗുലർ വെർബ്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കട്ടോ, എന്താണ് പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പോൾ എന്താണ് റെഗുലർ വെർബ്സ്? അപ്പോൾ നോക്കൂ, റെഗുലർ വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സിക്കൽ വെർബ്സ് lexical verbs with the same past and past participle forms are called regular verbs. അതായത് റെഗുലർ വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സിക്കൽ വെർബ്സ് ആണ്. ഈ ലെക്സിക്കൽ വെർബ് എന്നുള്ളത് നമ്മുടെ മെയിൻ വെർബ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വെർബ് എന്ന് പറയില്ലേ, അതായത് ഓക്സിലറി വെർബ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ വെർബ് ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ വെർബ് എന്ന് പറയുമ്പോൾ അതിന് ഇൻഡിവിജ്വൽ ആയിട്ട് മീനിങ് ഉണ്ടാവും. അപ്പൊ ഈ മെയിൻ വെർബ്സിന്റെ മറ്റൊരു പേരാണ് ലെക്സിക്കൽ വെർബ്. ലെക്സിക്കൽ വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബുകൾ. അപ്പൊ നമുക്കറിയാം മെയിൻ വെർബുകൾക്ക് 3 രൂപങ്ങളുണ്ട് അല്ലേ? അതായത് V1, V2, V3. വെർബിന്റെ ഒന്നാമത്തെ രൂപം ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ്, അതുപോലെ തന്നെ സെക്കൻഡ് ഫോം, പിന്നെ തേർഡ് ഫോം അല്ലേ, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇങ്ങനെ 3 രൂപങ്ങൾ, V1, V2, V3. അപ്പൊ ഈ 3 രൂപങ്ങള് സെയിം ആയിട്ട് ഫോം ചെയ്യുന്നവയാണ് നമ്മൾ എന്ത് പറയാ, സെയിം ആയിട്ട് ഫോം ചെയ്യുന്ന വെർബുകൾ, ലെക്സിക്കൽ വെർബുകളാണ് റെഗുലർ വെർബ്സ്. അപ്പൊ ലെക്സിക്കൽ വെർബ്സ് വിത്ത് ദ സെയിം പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും കേട്ടോ. ലെക്സിക്കൽ വെർബ്സ് വിത്ത് ദ സെയിം പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ്. അപ്പൊ ഇവിടെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ്, പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരിക്കും. എക്സാമ്പിൾ പറയട്ടെ, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, യൂഷ്വലി ഫോംഡ് ബൈ ദ അഡിഷൻ ഓഫ് ഡി ഓർ ഇ ഡി. സാധാരണ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഇത്തരം വേർബ്സിൽ ഫോം ചെയ്യുന്നത് ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി ആഡ് ചെയ്തിട്ടാണ്. അഡിഷൻ ഓഫ് ഡി ഓർ ഇ ഡി, അഡിഷൻ ഓഫ് ഡി ഓർ ഇ ഡി. ഇപ്പൊ എക്സാമ്പിൾ പറയട്ടെ, പെയിന്റ്. പെയിന്റിന്റെ പാസ്റ്റ് അതായത് V2 ആണ് പെയിന്റഡ്, V3യും എന്തുതന്നെയാണ് പെയിന്റഡ്, ഫോർ സെയിം. അതുപോലെ തന്നെ ടോക്ക്, ടോക്ക്ഡ്, ടോക്ക്ഡ്. എൻജോയ്, എൻജോയ്ഡ്, എൻജോയ്ഡ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അതായത് V2ഉം V3യും, ദാറ്റ് മീൻസ് പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം. ഇതാണ് റെഗുലർ. ഇനി നോക്കൂ, അടുത്തത് ഇറഗുലർ വേർബ്സ്. ഇറഗുലർ വേർബ്സ് ഹാവ് ഡിഫറെന്റ് പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ്. അപ്പൊ ഇറഗുലർ വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെർബുകളുടെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഡിഫറെന്റ് ആയിട്ട് വരുന്ന വേർബുകളെയാണ് നമ്മൾ ഇറഗുലർ വേർബ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുന്നത് സിങ്. സിങ്ങിന്റെ V2 സാങ് ആണ്, V3യോ സങ്ങു ആണ് കേട്ടോ. സാങ്, സങ്. അതുപോലെ തന്നെ റൈസ്, റോസ്, റൈസൺ. വ്യത്യസ്തമല്ലേ? രണ്ടാമത്തെ രൂപം വരുന്നത് റോസ്, മൂന്നാമത്തെ രൂപം വരുന്നത് റൈസൺ അല്ലേ. റൈസ് ഉയരുക. അതുപോലെ തന്നെ ഡ്രോ വരയ്ക്കുക. രണ്ടാമത്തെ രൂപം വരുന്നത് ഏതാ, ഡ്രൂ എന്നുള്ളത് രണ്ടാമത്തെ രൂപം, മൂന്നാമത്തേത് ഡ്രോൺ ആണ്. വ്യത്യസ്തം, അതായത് 2ഉം 3ഉം വ്യത്യസ്തമായിട്ട് വരുന്നു. ഇനി നോക്കൂ, അടുത്തത് ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവുമാണ്. ട്രാൻസിറ്റീവ് വെർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്, ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും. അപ്പൊ ഇത് പ്രധാനപ്പെട്ട വെർബിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. വെർബ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് ബേസ്ഡ് ഓൺ ദി റിക്വയർമെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റിന്റെ ആവശ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഒബ്ജക്റ്റ് വേണോ വേണ്ടയോ, ഒബ്ജക്റ്റ് വേണോ വേണ്ടയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ
വെർബിനെ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്, ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും. ഇനി ഇതിൽ എന്താണ് ട്രാൻസിറ്റീവ് വെർബ്? എന്താണ് ട്രാൻസിറ്റീവ്? ട്രാൻസിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ട്രാൻസിറ്റീവ് verb is a verb which requires an object. ഒരു ഒബ്ജക്റ്റ് ആവശ്യമായി വരുന്ന വെർബാണ് ട്രാൻസിറ്റീവ്. ഒബ്ജക്റ്റ് ആവശ്യമായി വരുന്നത്, ഒബ്ജക്റ്റ് ആവശ്യമായി വരുന്ന വെർബിനാണ് ട്രാൻസിറ്റീവ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ, വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ. വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ, ഇത് ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ വന്നിരിക്കുന്ന വെർബാണ് ലേൺ എന്നുള്ളത്. ലേൺ എന്ന വെർബ് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വി ആർ ലേണിംഗ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത്? അതായത് നമ്മൾ ഒരു സെന്റൻസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം സബ്ജക്റ്റ് SVO ഓർഡർ ആണെങ്കിൽ ആദ്യം സബ്ജക്റ്റ് പിന്നെ വെർബ്. അത് നമ്മളവിടെ ശ്രദ്ധിക്കണം. വെർബ് കഴിഞ്ഞു വരുന്നതെല്ലാം ഒബ്ജക്റ്റ് അല്ല. വി ആർ ലേണിംഗ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത്? എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അതുപോലെ തന്നെ ആര് അല്ലെങ്കിൽ ആർക്ക്. ഇപ്പൊ ഐ ഗീവ്, ഞാൻ നൽകുന്നു. ആർക്ക്? മൈ ഫ്രണ്ട്, എൻ്റെ സുഹൃത്തിന്. ഇതുപോലെ അതായത് എന്ത്, ആര്, ആർക്ക്. ഐ മെറ്റ് രാഹുൽ. ഐ മെറ്റ്, ഞാൻ കണ്ടു ആരെ. അപ്പൊ ആരെ, ആർക്ക്, എന്ത്, ഇതുപോലത്തെ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് വെർബ് നൽകുകയാണെങ്കിൽ അതാണ് എന്ത്? ഒബ്ജക്റ്റ്. അപ്പൊ വെർബിന് ശേഷം വരുന്നത് എല്ലാം എന്തല്ല? ഒബ്ജക്റ്റ് അല്ല. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണെങ്കിൽ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നോക്കൂ, വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ, നമ്മൾ പഠിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത്? ഇംഗ്ലീഷ് ഗ്രാമർ. അടുത്ത ടെക്സ്റ്റിൽ എക്സാമ്പിൾ, മനു ഈസ് സ്പീക്കിംഗ് അബൌട്ട് ഹിസ് ഫ്രണ്ട്. മനു ഈസ് സ്പീക്കിംഗ്, മനു സംസാരിക്കുന്നു, അല്ലെ? മനു ഈസ് സ്പീക്കിംഗ്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത്? അബൌട്ട് ഹിസ് ഫ്രണ്ട്, അവന്റെ സുഹൃത്തിനെ കുറിച്ച്. മനു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത്? അവന്റെ സുഹൃത്തിനെ കുറിച്ച്. അപ്പോ ഒബ്ജക്റ്റ് ആവശ്യമായി വരുന്ന വെർബ് ട്രാൻസിറ്റീവ്. ഇനി ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താ? ആൻ ഇൻട്രാൻസിറ്റീവ് വെർബ് ഡസ് നോട്ട് റിക്വയർ ആൻ ഒബ്ജക്റ്റ്. ഒരു ഇൻട്രാൻസിറ്റീവ് വെർബിന് എന്തിന്റെ ആവശ്യമില്ല? ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ട്രാൻസിറ്റീവ് വെർബ് ആകുമ്പോൾ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമാകും ആ ഒരു സെന്റൻസ്. അതിന്റെ ഒബ്ജക്റ്റിന്റെ ആവശ്യം അവിടെ വരും. ഒരു ഇൻട്രാൻസിറ്റീവ് വെർബിനെ സംബന്ധിച്ചിടത്തോളം ഡസ് നോട്ട് റിക്വയർ ആൻ ഒബ്ജക്റ്റ്. എക്സാമ്പിൾ, ഹി ഈസ് സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹി ഈസ് സ്ലീപ്പിംഗ്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസന്റ് കണ്ടിന്യൂസിലുള്ള സെന്റൻസ് ആണ്. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. ഹി ഈസ് സ്ലീപ്പിംഗ്. ഈ സ്ലീപ്പിംഗ് എന്നുള്ളത് ഇവിടെ വെർബാണ്, ഒബ്ജക്റ്റ് ഇല്ല. ദേ ആർ ടോക്കിംഗ്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും ഇൻട്രാൻസിറ്റീവ് ആണ്. ഇവിടെ എന്തിന്റെ ആവശ്യമില്ല? കാരണം ഈ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. കാരണം ഈ സെന്റൻസിൽ പിന്നെ ഒരു സംശയമില്ല. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, അവിടെ കംപ്ലീറ്റ് ആയി. വിത്തൗട്ട് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ലാതെ തന്നെ ആ സെന്റൻസ് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് എ സെൻസ്, ഒരു സെൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓർ ഇറ്റ്സ് ഐഡിയ ഈസ് കംപ്ലീറ്റ്, അതിന്റെ ആശയം എന്താണ്? കംപ്ലീറ്റ് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതാണ് ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും. ഇനി അടുത്തത് സ്റ്റാറ്റീവും ഡൈനാമിക്കും ആണ്. സ്റ്റാറ്റീവും ഡൈനാമിക്കും കേട്ടോ. എന്താണ് സ്റ്റാറ്റീവ് എന്ന് പറഞ്ഞാൽ? സ്റ്റാറ്റീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വേർബ്സും എന്നും പറയും. സ്റ്റാറ്റീവ് ഓർ സ്റ്റേറ്റ് വേർബ്സ്. സ്റ്റാറ്റീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വേർബ്സ്, അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ അവസ്ഥകളെ കാണിക്കുന്നത്, സ്റ്റേറ്റിനെ കാണിക്കുന്ന അവസ്ഥ കേട്ടോ. അപ്പൊ നോക്കൂ, എന്താ ഉദ്ദേശിക്കുന്നത്? വേർബ്സ് വിച്ച് എക്സ്പ്രസ് എ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ. ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥ തന്നെ, ഒരാളെ കണ്ടീഷൻ. കണ്ടീഷനെ കാണിക്കുന്നത് അത്തരം വെർബുകളെയാണ് നമ്മൾ എന്തു പറയാ? സ്റ്റാറ്റീവ് വേർബ്സ് ഓർ സ്റ്റേറ്റ് വേർബ്സ് എന്ന് പറയാം. സ്റ്റേറ്റ് ഓർ സ്റ്റാറ്റീവ് വേർബ്സ്.
ദേ ആർ നോട്ട് യൂസ്ഡ് ഇൻ കണ്ടിന്യൂസ് ടെൻസ് ഫോം. അതായത് ഈ സ്റ്റേറ്റീവ് വെർബ്സ് ing രൂപത്തിൽ ഉപയോഗിക്കൂല. സ്റ്റേറ്റീവ് വെർബ്സ് ing രൂപത്തിൽ എന്ത് ചെയ്യില്ല, കണ്ടിന്യൂസ് ടെൻസുകളിൽ ഉപയോഗിക്കൂല. ഇവർ എക്സാമ്പിൾ ആണ് ലവ് എന്നുള്ളത്. ഒരിക്കലും ഐ ആം ലവിങ് എന്ന് പറയില്ല, ഐ ആം ലവിങ് എന്ന് പറയില്ല. അതിന്റെ കാരണം ഇതൊരു അവസ്ഥയെ കാണിക്കുന്ന വെർബാണ്. ലവ് സ്നേഹിക്കുക എന്നുള്ളതൊരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഫീല്, നോ അറിയുക, സ്മെല്ല്, ട്രസ്റ്റ്, അവ ഇത്തരം വെർബുകളെല്ലാം എന്താണ്, സ്റ്റേറ്റീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വെർബ്സ് ആണ്, അവസ്ഥകളെ കാണിക്കുന്ന വെർബുകളാണ് കേട്ടോ. നോക്കൂ, ഞാൻ അടുത്തതാണെങ്കിൽ ഡൈനാമിക് വെർബുകൾ. ഡൈനാമിക് വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവയ്ക്കും മറ്റൊരു പേരുണ്ട് ഡൈനാമിക് വെർബ്സിന്, ആക്ഷൻ വെർബ്സ്. ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്, പ്രവൃത്തിയെ. ദേ ഇൻഡിക്കേറ്റ് ദ ബിഗിനിങ്, ഡെവലപ്മെന്റ് ഓർ എൻഡ് ഓഫ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തി തുടങ്ങുന്നതിനെയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ ഡെവലപ്മെന്റ് പുരോഗതിയെയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അവസാനിക്കുന്നതിനെയോ സൂചിപ്പിക്കുന്ന വെർബ്. ഒരു പ്രവൃത്തി തുടങ്ങുക, അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ എൻഡ് ചെയ്യുക, ഇതിനെ സൂചിപ്പിക്കുന്ന വെർബുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഡൈനാമിക് വെർബ്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ഡൈനാമിക് വെർബ്സ്. ഇനി നോക്കൂ, ഇനി നമ്മുടെ ടെക്സ്റ്റിൽ ഏതാനും സ്റ്റേറ്റീവ് വെർബ്സ് തന്നിട്ടുണ്ട്. അതായത് സ്റ്റേറ്റീവ് വെർബ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ഓർ സ്റ്റേറ്റിനെ കാണിക്കുന്ന വെർബുകളാണ്. കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല, ing രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഏതൊക്കെയാണ്, ലവ്, ഫീല്, ഡിസയർ, ഓൺ, അല്ലെ, ഉടമസ്ഥത, ലൈക്ക്, വാണ്ട്, അണ്ടർസ്റ്റാൻഡ്, സപ്പോസ്, റെക്കഗ്നൈസ്, നോ, ഫോർഗിവ്, പൊസസ്, സൗണ്ട്, ബിലോങ്, ടേസ്റ്റ്. ഈ ടേസ്റ്റ് എന്നുള്ളത് ഡൈനാമിക് ആയിട്ടും ഉപയോഗിക്കും, കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ചിലത് സ്റ്റേറ്റീവ് വെർബ് ആയിട്ടും അതുപോലെ തന്നെ ആക്ഷൻ വേർഡ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. മീൻ, സീം, തിങ്ക്, സ്മെല്ല്, ട്രസ്റ്റ്, കൺസിഡർ, ഡിനോട്ട്, ഡിക്ലെയർ, സീ, ബിലീവ്, റിഗാർഡ്, ഇൻക്ലൂഡ്, എക്സ്ക്ലൂഡ്, ഹാവ് കേട്ടോ. അതായത് ഹാവ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ടു ഓൺ, അതായത് ഒരു വസ്തു ഓൺ മീൻസ് ഉടമസ്ഥനായിരിക്കാം കേട്ടോ, ആ അർത്ഥത്തിൽ, എക്സെട്ര. ഏതാനും സ്റ്റേറ്റീവ് വെർബ്സ് ആണ് കേട്ടോ, ഏതാനും സ്റ്റാറ്റീവ് വെർബ്സ് ആണ്. അതുപോലെ തന്നെ ഡൈനാമിക് വെർബുകൾ, ഡൈനാമിക് ഓർ ആക്ഷൻ കേട്ടോ. റണ്ണ്, റൈറ്റ്, ഫോള്, ബിൽഡ്, ഡ്രോ, പെർഫോം, മെഷർ, ലുക്ക്, ഈറ്റ്, ഗോ, ഗ്രോ, വാച്ച്, വർക്ക്, ലേൺ, റീഡ്, സ്ലീപ്പ്, ടോക്ക്, ടൈപ്പ്, ജമ്പ്, കോള്, സിറ്റ്, സ്വിം, ഓപ്പൺ, ബ്രേക്ക്, മെൽറ്റ്, ലിസൺ, സേ, ഹിറ്റ്, കുക്ക്. ഇതൊക്കെ ഏതാനും ഡൈനാമിക് ഓർ ആക്ഷൻ വെർബ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഈ 3 തരത്തിലുള്ള വെർബുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ആണ്, പക്ഷെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട ശേഷം എന്ത് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് കാണാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.